വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 2024 ആണ്ട് മെയ് മാസം 1-ാം തീയതി ഉള്ള വ്യാഴത്തിൻ്റെ മാറ്റം, മേഷരാശിയിൽ നിന്ന് ഇടവ രാശിയിലോട്ടുള്ള വ്യാഴത്തിൻ്റെ മാറ്റം. വ്യാഴം ഒരു വർഷം ഇടവൻ രാശിയിലാണ്. ആ കാലഘട്ടത്തിൽ അത്ര നല്ലതല്ലാത്ത ചില ഫലങ്ങൾ ചില രാശിക്കാർ അനുഭവിക്കുന്നുണ്ട്, ചില നക്ഷത്രക്കാർ അനുഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ധനുക്കൂറിൽ ജനിച്ച വ്യക്തികൾ, ധനുവിൽ നിന്ന് എണ്ണിക്കഴിഞ്ഞാൽ 6ാമത്തെ രാശിയായിട്ടുള്ള ഇടവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി. ഇനി മെയ് മാസം 1-ാം തീയതി മുതൽ 2024 മെയ് മാസം 1-ാം തീയതി മുതൽ 2025 മെയ് 15 വരെയുള്ള ഒരു വർഷക്കാലം. ആ കാലഘട്ടത്തിൽ ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ മൂലം നക്ഷത്രവും പൂരാട നക്ഷത്രവും ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യ 15 നാഴികയിലും ജനിച്ചിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് അത്ര ഗുണമല്ല. അവർ വളരെ സൂക്ഷിക്കണം. അവരുടെ ചന്ദ്രലഗ്നാധിപതിയാണ് 6-ാം രാശിയിൽ ചെന്നത്. ലഗ്നം എന്ന് പറയുന്നത് ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുക, ദേഹത്തിന്റെ സ്വസ്ഥത, ദേഹത്തിന്റെ ഗുണം, ദേഹത്തിന്റെ ഐശ്വര്യം, ഇതൊക്കെയാണ് ലഗ്നം കൊണ്ട് ചിന്തിക്കേണ്ടത്. കീർത്തി, ഇതൊക്കെയാണ് പറയുന്നത്. ആ ദേഹത്തിന്റെ ഗുണങ്ങളൊക്കെ നൽകേണ്ട ആഗ്രഹം. തസ്കരാരാദി വിഘ്നാദി വ്യാധീച്ച തനുക്ഷതി, തടസ്സം, ക്ലേശം, രോഗം കൊണ്ടുള്ള ദുരിതം ഒക്കെ പറയേണ്ട 6-ാം രാശിയിലോട്ട് മറഞ്ഞു. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ ദേഹവുമായി ബന്ധപ്പെട്ടുള്ള സൗഖ്യക്കുറവ് അനുഭവിക്കും. രോഗമുണ്ടാവാം, രോഗദുരിതങ്ങളോ രോഗക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാവാം. അതുപോലെ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ തുടങ്ങിയ നക്ഷത്ര ജാതർക്ക് അവരുടെ 4-ാം ഭാവാധിപതി ചന്ദ്രാൽ 4-ാം ഭാവാധിപതിയായിട്ടുള്ള വ്യാഴമാണ് 6-ാം രാശിയിലോട്ട് പോയത്. മാതാവിൽ നിന്നുള്ള ഗുണം കുറയാം, മാതാവിന് നല്ലതല്ല, അവനവന്റെ മനസ്സുഖം ഒന്ന് കുറയാം. സൗഹൃദങ്ങൾ സൂക്ഷിക്കണം, കൂട്ടുകെട്ട് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് അവർക്ക് 4-ൽ രാഹു നിൽക്കുന്ന കാലം കൂടി ആയതിനാൽ സൗഹൃദങ്ങൾ വളരെ സൂക്ഷിക്കണം. മാതാവിനും നല്ലതല്ല. വാഹനങ്ങളും പ്രത്യേകിച്ച് വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കുക. ഈ നക്ഷത്രക്കാർ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ 15 നാഴിയിൽ ജനിച്ച വ്യക്തികൾ. വ്യാഴം മറഞ്ഞു, മാത്രമല്ല രാഹു 4-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഒട്ടും തന്നെ നല്ല കാലമല്ല വരുന്ന ഒരു വർഷം. 2024 ആണ്ട് മെയ് 1 മുതൽ 2025 മെയ് മാസം 15-ാം തീയതി വരെ. ഇതിനെന്ത് ചെയ്യണം? പ്രതിവിധി എന്താണ്? അവനവന്റെ കുടുംബദേവതയെ കാര്യമായിട്ട് ഭജിക്കുക. 1. രണ്ടാമത്തെ കാര്യം, വിഷ്ണു ഭജനം വേണം. പ്രത്യേകിച്ച് ധന്വന്തരി മന്ത്രം ജപിച്ച് വിഷ്ണുവിനോ കൃഷ്ണനോ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച സ്ഥിരമായിട്ട് അർച്ചന ചെയ്യുക. കൃഷ്ണക്ഷേത്രത്തിലാണ് നിങ്ങൾ ചെയ്യുന്നതുണ്ടെങ്കിൽ ബുധനാഴ്ച ചെയ്യുന്നത് ഉത്തമം. വിഷ്ണുവിന്റെ അമ്പലമാണെങ്കിൽ വ്യാഴാഴ്ച അത്യുത്തമം. സ്ഥിരമായിട്ട് ഒരു വർഷം ധന്വന്തരി മൂർത്തിയെ ആരാധിക്കുക. ധന്വന്തരി മന്ത്രം ജപിച്ചുള്ള അർച്ചന സ്ഥിരമായിട്ട് ചെയ്യുക. വ്യാഴാഴ്ച ദിവസങ്ങൾ എന്നാണോ നിങ്ങൾ അർച്ചന ചെയ്യുന്നത് ആ ദിവസം മത്സ്യമാംസാദികളൊന്ന് ഒഴിവാക്കി ഭഗവാനെ ഭജിക്കുക. 1. രണ്ടാമത്തെ കാര്യം, മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ഗണപതി ഹോമം ചെയ്യുക ക്ഷേത്രത്തിൽ. മാസത്തിൽ ഒരു ദിവസം തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഹോമം ചെയ്യുക. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അത്രത്തോളം ഗുണമുണ്ടാകും. വലിയ പരിഹാരങ്ങൾ ചെയ്യണമെന്നില്ല. അർപ്പണത്തോടുകൂടി ശ്രദ്ധയോടുകൂടി വിഷ്ണുവിനെ ഭജിക്കുക. തടസ്സങ്ങൾ മാറുന്നതിന് ഗണപതിയും ഭജിക്കുക. ഒരു വർഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദുരിതങ്ങൾ കുറഞ്ഞിരിക്കും, ദോഷങ്ങൾ കുറഞ്ഞിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ദുരിതക്ലേശങ്ങളൊക്കെ പരമാവധി കുറഞ്ഞതിൻ്റെ സൗഖ്യത ഉണ്ടായിരിക്കും. വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റു വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.